നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ പെരുകുകയാണ്. ഒന്നിന് പിന്നാലെ ഒന്നായി എത്തുന്ന ഇത്തരം സംഭവങ്ങളിൽ ഇരകളാവുന്നവർ തികച്ചും സാധാരണക്കാരാണ്. ആദ്യഘട്ടത്തിൽ നടക്കുന്ന ചില കോലാഹലങ്ങൾക്കപ്പുറം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കൃത്യമായ അന്വേഷണം പോലും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല. സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ഇത്തരം തട്ടിപ്പ് കേസുകളിൽ നിക്ഷേപകർക്ക് കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. തട്ടിപ്പ് സംഭവങ്ങളുടെ വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവർക്കാണ് പണം നഷ്ടമാകുന്നത്. തങ്ങളുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി കരുതി വയ്ക്കുന്ന പണം ഇങ്ങനെ നഷ്ടമാകുന്നതോടെ ജീവനൊടുക്കുന്ന നിരവധി പേരുണ്ട്. ജീവിതത്തിൽ ഇനി എമ്പാടും കടക്കണിയിൽ ജീവിക്കുന്നവരുമുണ്ട്. ഇത്തരക്കാരുടെ ദുരന്തവും ഈ കേസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വിശദമായി കടന്നു വരുമ്പോൾ സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസായിരുന്നു ഹൈറിച്ച്. ആ പേരിപ്പോൾ മലയാളിക്ക് സുപരിചിതമാണ്. തൃശ്ശൂർ ജില്ല കേന്ദ്രമായി നടത്തിയ ആ ഓൺലൈൻ തട്ടിപ്പ് സംഘം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു. ED ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. 3000-ലധികം കോടി രൂപയാണ് സംസ്ഥാനത്ത് അനധികൃതമായി ഈ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ ചില നിർണായക നീക്കങ്ങളിലേക്കും ED കടന്നു കഴിഞ്ഞു. അതിനു മുമ്പ് നമുക്ക് പരിശോധിക്കാം എന്താണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്, അതിൻ്റെ ചരിത്രത്തിൽ. ഒരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തെ തിരിച്ചുപിടിച്ച ദമ്പതികൾ പിന്നീട് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഗ്രൂപ്പിന്റെ തട്ടിപ്പിന്റെ കഥയാണിത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കും കച്ചവടം നടത്തി തുടക്കം. പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കൊമേഴ്സ് വെബ്സൈറ്റ്. KD പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയുമായ കമ്പനി. 2019 ആരംഭിച്ച കമ്പനി 2022 എത്തിയപ്പോഴേക്കും ഒരു സാധാരണ കൊമേഴ്സ് വെബ്സൈറ്റിനപ്പുറം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വളർന്നു. സൂപ്പർ മാർക്കറ്റുകൾ, ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, HR മാട്രിമോണി, IT കമ്പനി, പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ അവർ വളർന്നു. അങ്ങനെ ഇന്ത്യയിലാകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളുമായി ഒരു കമ്പനിക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹൈറിച്ചിന്റെ പതനത്തിന്റെ തുടക്കം. കേരളം കണ്ടതിൽ വച്ചുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവായ അനിൽ അക്കര MLA ആണ് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. ഏകദേശം 1,63,000 ആളുകളിൽ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങി 1,630 കോടിയാണ് സ്ഥാപനം തട്ടിയത്. പിന്നാലെ 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും GST വകുപ്പും കണ്ടെത്തി. പ്രതികൾ സ്വീകരിച്ചത് 3,141 കോടിയുടെ നിക്ഷേപമാണെന്നാണ് റിപ്പോർട്ടുകൾ. തട്ടിപ്പുകളുടെ ഒരു വലിയ കഥയാണ് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായുള്ള പരാതികളിൽ നിന്ന് മറനീക്കി പുറത്തു വന്നത്. GST വിഭാഗം പ്രതാപനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി. GST തട്ടിപ്പ് മാത്രമാണ് നടത്തിയെന്നായിരുന്നു ആദ്യം ശ്രീനയും പ്രതാപന്റെയും വാദം. എന്നാൽ ആ വാദം പൊളിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ED റെയ്ഡിനായി എത്തുന്നതിന് തൊട്ടു മുൻപേ അവർ രക്ഷപ്പെട്ടു. ഒടുവിൽ തുടക്കം പോലെ ഒടുക്കവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇതാണ് നമ്മൾ കണ്ട ഹൈറിച്ചിൻ്റെ കഥ. ഹൈറിച്ചിൻ്റെ കഥയിൽ ഇന്നത്തെ ദിവസം ചില നിർണായക നീക്കങ്ങളും നടക്കാൻ പോവുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കും വരാം. അതിനു മുമ്പായി തൊട്ടു മുമ്പ് കേരളം ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൻ്റെ ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കാം. കേരളം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. 2000 കോടിയുടെ തട്ടിപ്പ് നടത്തിയ പോപ്പുലർ ഫിനാൻസ് ചിട്ടിക്കമ്പനി സംരംഭമായിട്ടാണ് തുടങ്ങിയത്. കോന്നിയിലെ ഇണ്ടിക്കാട്ടിൽ കുടുംബത്തിലെ അധ്യാപകരായ TK സാമുവലാണ് തുടക്കക്കാരൻ. 2017 മുതലാണ് ഈ തട്ടിപ്പുകളുടെ തുടക്കമായത്. വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചു. ശാഖകൾ പലതും പൂട്ടിയതോടെയാണ് ഈ തട്ടിപ്പുകൾ പുറത്തു വന്നത്.
MD തോമസ് ഡാനിയൽ, ഭാര്യയും ഡയറക്ടറുമായ പ്രഭ ഡാനിയലും മക്കളും ഡയറക്ടർമാരായ മറിയം തോമസ്, റിയ ആൻ തോമസ് എന്നിവരും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വിദേശത്ത് നിക്ഷേപം നടത്തിയതായി ED കണ്ടെത്തി. തട്ടിപ്പിന് ഇരയായ നിക്ഷേപകരുടെ കേസുകൾക്കായി സർക്കാർ ആലപ്പുഴയിൽ പ്രത്യേക കോടതി പിന്നീട് സ്ഥാപിച്ചു. 2003 ഓസ്ട്രേലിയൻ കമ്പനിയായ പോപ്പുലർ ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറായിരുന്നു തോമസ് ഡാനിയൽ. തട്ടിയെടുത്ത നിക്ഷേപത്തുക ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ ഭൂമിയും സ്വത്തുക്കളും ഈ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വാങ്ങിക്കൂട്ടി. സർക്കാർ കണ്ടുകെട്ടിയ സ്ഥലങ്ങൾ ലേലത്തിൽ വെച്ച് തുക നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ EDയും ഒപ്പം CBIയും ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. ഇതാണ് നമ്മൾ കണ്ട പത്തനംതിട്ട ജില്ലയിലെ കോന്നി കേന്ദ്രമായി നടന്ന ഒരു തട്ടിപ്പിന്റെ ചരിത്രം. മറ്റൊന്നുകൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായതാണ്. നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ട് കണ്ണീരും കടക്കണിയിലുമായി നിക്ഷേപകർ ജീവിക്കുന്ന മറ്റൊരു കേസ് കൂടി നമുക്കറിയാം. കേരള തമിഴ്നാട് അതിർത്തിയിലായി പ്രവർത്തിച്ചു വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായിരുന്നു നിർമ്മൽ കൃഷ്ണ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2017 സെപ്റ്റംബർ 17 പ്രവർത്തനം നിർത്തിയത്. സ്ഥാപനം പ്രവർത്തനം നിർത്തി ഉടമകളും ജീവനക്കാരും മുങ്ങി. സ്ഥാപന ഉടമ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജിയിൽ 16,550 നിക്ഷേപകർക്കായി 580 കോടിയോളം രൂപ നൽകാനും സ്ഥാപനത്തിന് 350 കോടി രൂപയുടെ ആസ്തികളുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. 3.5 വർഷം പിന്നിടുമ്പോഴും ഒരു രൂപ പോലും നിക്ഷേപകർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കുന്നത്തുകാൽ, വെള്ളറട, കാരക്കോണം, പളുകൽ, പാറശാല, അണ്ടുകോട് തുടങ്ങിയ സ്ഥലവാസികളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായത്. കേസിൽ സ്ഥാപന ഉടമ K. നിർമ്മലൻ, ഭാര്യ, ബന്ധുക്കൾ, ജീവനക്കാരടക്കം 18 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പണം തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല. ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങളും വൈകുകയാണ്. കേരളം സമീപകാലത്ത് ചർച്ച ചെയ്ത ചില പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ മാത്രമാണ് നമ്മൾ ഇതുവരെ ഇവിടെ പരാമർശിച്ചത്. ടോട്ടൽ ഫ്യൂറി തട്ടിപ്പുണ്ട്, ഒപ്പം ഹിമാലയ ചിട്ടി തട്ടിപ്പ്, ഇങ്ങനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള നിരവധി തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ആദ്യഘട്ടത്തിലെ ഒരു കോലാഹലങ്ങൾക്കപ്പുറത്തേക്ക് ഇത് വാർത്തകളിൽ നിറയാറില്ല. ഒപ്പം തന്നെ ഇതിൽ ഇരകളാവുന്നവർക്ക് പണം ലഭിക്കാതെയുമുണ്ട്. ഇതിൽ ഈ തട്ടിപ്പ് നടത്തിയവർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കടന്ന് രക്ഷപ്പെടുമ്പോൾ ഇവിടെ കടക്കണിയിലാവുന്നു ചിലർ ജീവിതം തന്നെ അവസാനിക്കപ്പെടാൻ നിർബന്ധിതമാക്കുന്നു. ഇത്തരത്തിൽ നിരവധി കഥകളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ പങ്കുവച്ച ഹൈറിച്ച് കേസിൽ ഇന്നൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി നടക്കുകയാണ്. ഈ പ്രതികളുടെ, ഇപ്പോൾ ഒളിവിലുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കൊച്ചിയിലെ PMLA കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കമ്പനി ഉടമകളായ KD പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ED കോടതിയെ ബോധിപ്പിച്ചിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ വഴിയൊരുക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും ഈ സംഭവങ്ങളിലടക്കം ഇന്ന് ചില നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം തന്നെ ഹൈറിച്ച് കേസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കത്തിലേക്കും ED തുടക്കമിട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് സംസ്ഥാനത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ ഭാവി, എങ്ങനെ ഇരകൾക്ക് നീതി കിട്ടുമെന്ന വിശദമായ പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ നമുക്ക് തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ, ഒപ്പം ഡാൻ ഇപ്പോൾ കൊച്ചിയിലുമുണ്ട്. ഡാനി, ഒപ്പം ഡാൻ, സ്വാഗതം. എന്തായാലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ പൊതുശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ പലപ്പോഴും വാർത്തകളിലെ ആദ്യഘട്ടത്തെ ഇടം പിടിക്കുന്നതിനപ്പുറം പിന്നീട് ഈ സംഭവങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും ആരും പരിശോധിക്കപ്പെടാറില്ല. ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ ചില രാഷ്ട്രീയ സ്വഭാവങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണകൾ ഉണ്ടാവും. അതിനും അപ്പുറത്തേക്ക് ഇരകളാക്കപ്പെടുന്നവർ എക്കാലവും നീതി ലഭിക്കാതെ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന പൊതു കാര്യമാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഇന്നത്തെ ഈ ഹൈറിച്ച് കേസാണ് നമുക്ക് പ്രധാനമായും ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ വാർത്തയിലേക്ക് നമ്മൾ വരുന്നതിന് കാരണം. ഹൈറിച്ച് കേസ് ഇന്ന് പരിശോധിക്കുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു നീക്കം ഡാനി കൊച്ചിയിൽ നടക്കുന്നു. അതിലൊന്ന് ഞാൻ മുമ്പ് പരാമർശിച്ച ഈ ഹൈറിച്ച് ഉടമകളുടെ ജാമ്യാപേക്ഷയാണ്. എന്താണ് ഈ വിഷയത്തിലെ
പ്രധാനപ്പെട്ട നീക്കം. ഇന്ന് കോടതിയിൽ എന്ത് സംഭവിക്കും ഡാനി? ഇന്നത്തെ ഈ ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട പ്രധാന നീക്കങ്ങളെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? സജിത്ത്, ഇന്ന് കോടതിയിൽ ഇത് സംബന്ധിച്ച് ഇരുവരുടെയും ജാമ്യാപേക്ഷയാണ് പ്രധാനമായും തന്നെ പരിഗണനയ്ക്ക് വരുന്നത്. അതായത് ഹൈറിച്ച് കമ്പനിയുടെ ഉടമകളായ KD പ്രതാപൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന, ഇവർ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷകളാണ് ഇന്ന് കോടതിയിൽ പ്രധാനമായും തന്നെ വരുന്നത്. പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ED ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചിരുന്നത് എന്തുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തി ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല എന്ന് അവർ വാദമുഖത്തിനിടെ പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെയും ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികളില്ല. ഒരു മുൻ MLA പരാതിയാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിലാണ് ഇവർ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ വലിയ രീതിയിലേക്ക് വരുന്നില്ല എന്നത് നമുക്കറിയാം. പക്ഷേ വന്ന പരാതികളുടെ ആഴം വലുതാണ്. വന്നിരിക്കുന്ന പരാതി സംബന്ധിച്ച് സംസ്ഥാന പോലീസും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതികളുടെ ആഴവും പരപ്പുമെല്ലാം വളരെ വലുതാണ്. കാരണം 1693 കോടിയോളം രൂപ അവർ പലരിനായിട്ട് നിക്ഷേപം സ്വീകരിച്ചു എന്നത് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ 100 കോടിയിൽ പരം രൂപ വിദേശത്തേക്ക് യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ തന്നെ കടത്തിയിരിക്കുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ഒപ്പം EDയുടെ നടപടികളുടെ ഭാഗമായി 202 കോടി രൂപയുടെ ഇവരുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ച് കണ്ടുകിട്ടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരം സങ്കീർണതകളിലൂടെ ഈ കേസ് കടന്നു പോകുമ്പോൾ ഇതിന് ഒരു കാര്യം കൂടി, ഈ EDയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കം, അതായത് നിക്ഷേപകർ പരാതിക്കാരായി കൂടുതൽ പേർ രംഗത്ത് വരുന്നില്ല. നിക്ഷേപകരെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കി ഈ കേസിന്റെ ഒരു വ്യാപ്തി ഇല്ലാതാക്കാൻ ഉടമകൾ ശ്രമിക്കുന്നതായി ED ആരോപിക്കുന്നു. എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? വിദേശത്തടക്കം വലിയ ബന്ധങ്ങളുള്ള കേസ് എന്നതാണല്ലോ പൊതുവിൽ പറയുന്നത്. തീർച്ചയായും സജിത്തെ, കാരണം അത് നമ്മൾ വളരെ ഗുരുതരമായ സ്വഭാവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെ. കാരണം പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹൈറിച്ച് ഉടമകൾ ഇക്കാര്യങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിക്ഷേപകർ ആരൊക്കെ എന്ന രീതിയിലേക്ക് ED അന്വേഷണം ചെല്ലുന്നു എന്നത് ഈ കേസിന്റെ ദിശ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് ഇതിൽ പരാതിക്കാർ മുന്നോട്ട് വരാതിരിക്കുന്നു? ആരാണ് ഇവരുടെ നിക്ഷേപകർ? ഇവർ സമാഹരിച്ച പണം എവിടെ നിന്നാണ്? ഇവർ ഏത് ലക്ഷ്യത്തോടു കൂടി ഇതിലേക്ക് പണം കൊണ്ടുവന്നു? ആരൊക്കെയാണ് ഇവരുടെ പിന്നിലുള്ളത്? ഇത് ശരിയായ നിക്ഷേപകർ തന്നെയാണോ ഇതിന് പിറകിലുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED അന്വേഷണം ചെല്ലുന്നു എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ദിശയിലേക്ക് തിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരിലേക്ക് കൂടുതൽ ചെല്ലാനായിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഴുവനായും തന്നെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ നിർണായകം തന്നെയായിരിക്കും EDയുടെ അടുത്ത നീക്കം. ED എത്ര പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഈ ഹൈറിച്ച് കേസിൽ കടക്കുന്നു എന്നതാണ്. നമുക്ക് ഹൈറിച്ച് കേസിന്റെ ഒരു ഭാവിയും ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കാം. അനിൽ അക്കര, മുൻ MLA, നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം അനിൽ അക്കര. താങ്കളാണ് ഈ കേസിന്റെ തുടക്കവും ഒടുക്കവും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ ഈ സംഭവം ഒരു സാമ്പത്തിക തട്ടിപ്പാണെന്ന് കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രാഷ്ട്രീയ വേദികളിലും കൃത്യമായി ഉന്നയിച്ച വ്യക്തിയാണ് താങ്കൾ. ഒടുവിൽ പോലീസൊക്കെ പിന്നോട്ട് നിന്നു എന്ന് താങ്കൾ രാഷ്ട്രീയമായി തന്നെ ഉന്നയിച്ചതാണ്. ഒടുവിൽ ഇത് വലിയ തരത്തിലേക്ക് അന്വേഷണം പോവുകയാണ്. ഇന്നത്തെ EDയുടെ ചില കണ്ടെത്തലുകൾ, അവരുടെ നിലപാടുകൾ ഈ കേസിൽ നിർണായകമാണെന്ന് തോന്നുന്നു. കാരണം നിക്ഷേപകർക്ക് പരാതിയില്ല, പിന്നെ എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട തട്ടിപ്പ് നടത്തിയവർ ഉന്നയിക്കാൻ സാധ്യത കണ്ടുകൊണ്ടാണ് ED ഇന്ന് നിക്ഷേപകരെ കണ്ടെത്തി ഈ കേസിൻ്റെ സാധ്യതകളിലേക്ക് വീണ്ടും കടക്കാൻ നീക്കം നടക്കുന്നതായി നമുക്കറിയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു EDയുടെ ഈ നീക്കത്തെ, ഈ കേസിൻ്റെ ഭാവിയെ? അതിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതിക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. പരാതിക്കാരുടെ എണ്ണം കുറവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു മണി ചെയിൻ തട്ടിപ്പ് കേസാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണ കമ്പനികൾ പൂട്ടുന്ന സമയത്താണ്, നിക്ഷേപകർക്ക് പണം കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നതും ആളുകൾ പരാതിയുമായി ഇറങ്ങിത്തിരിക്കുന്നതും. ഇപ്പോൾ ഓരോരോ കേസുകൾ എടുത്താൽ നമുക്കത് കാണാൻ കഴിയും. കേരളത്തിൽ നടന്ന എല്ലാ സാമ്പത്തിക തട്ടിപ്പ് കേസിലും പരാതിക്കാരായി വരുന്നത് പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ, അവർക്ക് പണം കിട്ടാതെ വരുമ്പോഴാണ്. ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി 2029 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർ ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്
ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തട്ടിപ്പിൽ യാതൊരു കളവുമില്ല എന്ന രീതിയിലാണ് ഇവർ നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം, ഇവർ ഈ പറയുന്ന നിയമവിരുദ്ധമായി കളക്ട് ചെയ്യുന്ന പണം കൃത്യമായി ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്. അത് ഞാൻ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 7-ാം തീയതി നടത്തുന്ന സമയത്ത് അന്നാണ് ഇവരുടെ അക്കൗണ്ടുകൾ തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന ഡിസംബർ 7-ാം തീയതി വരെ ഈ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഇതിലെ മണി ചെയിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി പണം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള പൈസ കിട്ടാതിരിക്കുന്നത്. രണ്ടാമത്, ഇതിനകത്ത് സാധാരണ ബാങ്കിൽ നിക്ഷേപിച്ചതുപോലെ ഇപ്പോൾ ഈ പറയുന്ന നിധി അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പുകളിലൊക്കെ ആളുകൾ നിക്ഷേപിക്കുന്നത് പോലെയല്ല ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മണി ചെയിനാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായി നിൽക്കുകയാണ്. ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ 18 ലെയറിലാണ് ഇതിൻ്റെ ഓരോ സ്റ്റേജും നിൽക്കുന്നത്. ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കമ്പനിയുടെ ഡയറക്ടർമാർ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായി വരികയാണ്. അപ്പോൾ ഇത് തട്ടിയെടുത്ത പണം കൃത്യമായി വീതം വെച്ചുകൊണ്ട് ഈ ആളുകൾക്ക് പണം കിട്ടി എന്നതുകൊണ്ടാണ് ആളുകൾ പരാതിയുമായി വരാതിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, ഇത് സാധാരണ പോലെ നടന്നൊരു തട്ടിപ്പ് മാത്രമല്ല, സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി നമ്മുടെ റിസർവ് ബാങ്കിനെ പോലെ തന്നെ ഇന്ത്യയിൽ പണം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പണം എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് കറൻസിയുടെ ഭാഗമായിട്ടാണ്. അതിന് സമാനമായ രീതിയിൽ ഒരു പാരൽ ഇക്കണോമി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഹൈറിച്ചിൻ്റെ സ്ഥാപനം മുന്നോട്ട് പോയത്. എന്ന് വെച്ചാൽ ഇവരൊരു ആപ്പ് ഉണ്ടാക്കുകയും ആ ആപ്പിൽ പ്രത്യേകമായ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ആ അക്കൗണ്ടുകൾ വഴി കൂടുതലായ ഇവർക്ക് പിൻ നമ്പറുകൾ കൊടുത്ത് ഇവർക്ക് കിട്ടുന്ന ലാഭം അവിടെ തന്നെ ആ ആപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും, ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള 10,000 രൂപയുടെ കൂടുതലായിട്ടുള്ള പിന്നുകൾ കൊടുത്തുകൊണ്ട് ഒരു പാരലൽ എക്കണോമി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈറിച്ചിനകത്ത് അക്കൗണ്ട് എടുത്തിട്ടുള്ള ഒരാൾ, 10,000 രൂപയുടെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആൾ, അയാളുടെ പണം എവിടെയാണ് എന്ന് അയാൾ പരിശോധിക്കുമ്പോൾ, നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിനകത്താണല്ലോ നമ്മുടെ അക്കൗണ്ട് എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കുന്നത്, അല്ലാണ്ട് ബാങ്കിൽ പോയിട്ടല്ല ഇപ്പോൾ ആരും. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് ഞാൻ എൻ്റെ ആപ്പ് നോക്കി, എൻ്റെ കനറ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് എൻ്റേത്. അപ്പോൾ കനറ ബാങ്കിൻ്റെ ആപ്പ് നോക്കിയാൽ എനിക്ക് അതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഹൈറിച്ചിലെ ആളുകൾ ഇവരുടെ ആപ്പ് നോക്കി അവരുടെ അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട് എന്നവർ ഉറപ്പുവരുത്തി മാനസികമായി സംതൃപ്തി അടയുകയാണ്. അവർക്ക് ആ പണം ബാങ്കിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതിനാണ് ഈ കേസുകൾ പറഞ്ഞ് ഈ കേസ് ഇന്ന് തീരും, നാളെ തീർന്നാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഈ പരാതിയുമായി വരാതിരിക്കുന്നത്. ശരി, ഒന്ന് തുടരുക, താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പ്രദീപ് കൂടി നമുക്കൊപ്പം ഉണ്ട്. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളും അതിന്റെ നിയമ സാഹചര്യവും കൃത്യമായി അറിയാവുന്നയാളാണ് അഡ്വക്കേറ്റ് പ്രദീപ്. താങ്കൾ ഈ സർഫാസി വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ള ആളാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു പുതിയ കാല പ്രതിസന്ധിയാണ് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകൾ പലവട്ടം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിക്ഷേപകർ ഈ വലിയ വാഗ്ദാനങ്ങളിൽപ്പെട്ട് തുടർച്ചയായി ഇങ്ങനെ തട്ടിപ്പുകൾക്ക് വിധേയമാവുന്നു, അവർ ഇരകളാവുന്നു എന്നതാണ് സംസ്ഥാനത്തെ പൊതു സാഹചര്യം. നമ്മൾ പരിശോധിക്കുന്നത് ഈ കേസുകളുടെ രാഷ്ട്രീയ ഭാവിയാണ്, ഈ കേസുകളുടെ നിയമ നടപടികളുടെ ഭാവിയാണ്. കാരണം ഇരകൾക്ക് നീതി വൈകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ പരാമർശിക്കുന്ന ഈ പോപ്പുലർ ഫണ്ട് ഫിനാൻസ് കേസുകളിലൊക്കെ എത്ര കോടികളാണ് നിക്ഷേപകർക്ക് കിട്ടാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇതിൽ നീതി ഉറപ്പാക്കാൻ വൈകുന്നത്? നമ്മുടെ പ്രശ്നം എവിടെയാണ്? ഇത് ഒരു പുതിയ തട്ടിപ്പല്ല. നമുക്കറിയാം, ആടുമാഞ്ചിയം തുടങ്ങി അവസാനം ടോട്ടൽ ഫോർ യു അടക്കം തുടങ്ങി ഇന്നിപ്പോൾ ലാസ്റ്റ് ഹൈറിച്ചിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇവിടെ കൃത്യമായും ജാഗ്രത പാലിക്കേണ്ട ഭരണകൂടങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ കാരണം. കേരളത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായത് ഒരു സാമ്പത്തിക സാക്ഷരതയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി കേരളത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ജനങ്ങളെ സംബന്ധിച്ച് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നുവോ അവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അത് എത്രത്തോളം നിയമപരമായിട്ടാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്ന കാര്യങ്ങളൊന്നും ജനം ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിയമവിരുദ്ധമായിട്ടല്ല ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ, പിന്നീട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും 100% നിയമവിരുദ്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
കാരണം നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും അതേപോലെ തന്നെ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനം ലോങ് റണ്ണിൽ റൺ ചെയ്യില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ കാലപരിധിക്കുള്ളിൽ തന്നെ വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് പരമാവധി പണം പിരിച്ചെടുത്തുകൊണ്ട് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവിടുത്തെ നിയമത്തിന്റെ അപര്യാപ്തത തന്നെയാണ്. ഇത്രയും തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ജാഗ്രത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് എനിക്ക് തോന്നുന്ന 2 വർഷത്തോളമാണ് ആയിട്ടേ ഉള്ളൂ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് ഗവൺമെന്റ് രൂപം കൊടുത്തിരിക്കുന്നത്. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെന്റിന് കഴിയുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇരകളുടെ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നീതി ഒരിക്കലും കിട്ടില്ല എന്നത് 100% ഉറപ്പ് തന്നെയാണ്. അഡ്വക്കേറ്റ് പ്രദീപ്, താങ്കളൊന്ന് തുടരുക. അനിലക്കര, ഈ അഡ്വക്കേറ്റ് പ്രദീപ് ഈ രംഗത്ത് ദീർഘനാളുകളായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ പ്രശ്നം ഇപ്പൊ താങ്കൾ തന്നെ ഈ കേസിന്റെ തുടക്കത്തിൽ ആരോപിച്ചതാണ്, ഇവർക്ക് വലിയ ഈ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് പ്രതികൾക്ക് വലിയ നിയമസഹായം അല്ലെങ്കിൽ അവർക്ക് വലിയ പിന്തുണ പല മേഖലകളിൽ നിന്നും കിട്ടുന്നു. അതിൽ ഉദാഹരണമായി പറഞ്ഞ ഏറ്റവും ഉദാഹരണം ED റെയ്ഡിനെത്തുമ്പോൾ ഇവർക്ക് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഒളിവിൽ പോകാൻ അവർക്ക് കഴിയുന്നു. ഇപ്പോഴും താങ്കൾ ആരോപിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള വലിയ ബന്ധങ്ങൾ, ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണോ ഈ പ്രതികൾ ഒളിവിൽ നിൽക്കുന്നത്? ഉറപ്പായിട്ടും, അല്ലെങ്കിൽ യാതൊരു തർക്കവുമില്ല. നമുക്കത് മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോമ്പറ്റന്റ് അതോറിറ്റി, നമുക്കറിയാം 2019 സെൻട്രൽ ആക്ടിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ച ബഡ്സ് ആക്ട് 2021 നവംബറിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ബഡ്സ് ആക്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം വളരെ അപൂർവം പോപ്പുലർ ഫിനാൻസിന്റെ കേസും അങ്ങനെ കുറച്ച് കേസ് മാത്രമാണ് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വന്ന് അറ്റാച്ച്മെന്റിലേക്ക് പോയത്. അതിനുശേഷമാണ് ഒരു പ്രധാനമായും ഹൈറിച്ചിന്റെ കേസ് വരുന്നത്. അത് 2023 നവംബർ മാസം 22-ാം തീയതിയാണ് ബഡ്സ് ആക്ട് ഈ കമ്പനിക്കെതിരെ ചുമത്തുന്നത്. 2023 നവംബർ 22-ന് ശേഷം ഉണ്ടായ ഡിസംബർ 7-ാം തീയതി വരെ ഉണ്ടായിട്ടുള്ള ചില നടപടികൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. GSTയുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടന്നത്, ഞാൻ ഒരു കാരണവശാലും ആ റെയ്ഡ് പ്രോപ്പറായി ഒരു സർക്കാരിൻ്റെ കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് ഈ പറയുന്ന ഇവരുടെ രാഷ്ട്രീയമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ്, ഈ മണി ചെയിൻ അല്ല, ഇതൊരു GSTയുമായി ക്രമക്കേടാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ റെയ്ഡ് തന്നെ നടന്നത്. കാരണം നവംബർ 22-ന് ബഡ്സ് ആക്ട് ഇട്ട ഒരു സ്ഥാപനത്തിലാണ് GST വന്ന് ഈ പറയുന്ന നവംബർ 27-ാം തീയതിയോടുകൂടി റെയ്ഡ് നടത്തുന്നത്. അപ്പം അത് പിന്നെ സംസ്ഥാനത്ത് GST വകുപ്പിന്റെ തലവനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്തത്, ഒന്നാമത്തെ കാര്യം. 2, ഡിസംബർ 7-ാം തീയതി ഞാൻ പത്രസമ്മേളനം നടത്തി വളരെ ഗൗരവമായി ആശയം ഉന്നയിച്ചപ്പോഴാണ് ഈ അക്കൗണ്ടുകൾ തന്നെ ഫ്രീസ് ചെയ്തത്. എന്ന് വെച്ചാൽ നവംബർ 22 മുതൽ ഡിസംബർ 7 വരെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ലിക്വിഡായും അല്ലാതെയും പണമായി ട്രാൻസ്ഫർ ചെയ്ത്. അതിനുശേഷം ഈ പറയുന്ന 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ താമസിക്കുകയാണ്. ഈ പറയുന്ന ഈ ഹൈറിച്ചിലെ ഡയറക്ടർമാർ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് ഇതിനേക്കാൾ ഏറെ രസകരമായ കാര്യം. ഇനി ഞാൻ ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ റേസ് ചെയ്ത് കൊണ്ടുവന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രശാന്ത് പനച്ചിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇന്നലെയാണ് ജില്ലാ കളക്ടർ ആ സ്ഥാപനത്തെ അറ്റാച്ച്മെന്റ് കൊണ്ടുവന്നത്. മനസ്സിലാക്കേണ്ട കാര്യം 2023 മാർച്ചിലാണ് ആ കമ്പനിക്കെതിരെ കോമ്പറ്റന്റ് അതോറിറ്റി ബഡ്സ് ആക്ട് ഇടുന്നത്. അത് ഇതേ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ്. ആ ചേർപ്പ് പോലീസ് ഇപ്പോഴും അതിനകത്ത് ബഡ്സ് ആക്ട് ചുമത്തി ഈ പിന്നെ ഡെസിഗ്നേറ്റഡ് കോടതിയിലേക്ക് മാറിയിട്ടില്ല. അപ്പം ഇതിന്റെ കാര്യം എന്താണ്? ഈ പറയുന്ന മണി ചെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ ഇടപെടലും അതിനേക്കാൾ ഉപരിയായി ഇതിനകത്ത് പങ്കാളികളാകുന്ന നിക്ഷേപകർ എന്ന് പറയുന്ന ഇതിനകത്തെ പങ്കാളികൾ, ഞാൻ നിക്ഷേപകർ എന്ന് ഞാൻ ഇവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇവരൊക്കെ ഇതിനകത്തെ പങ്കാളികളാണ്. ഈ പങ്കാളികളായ ആളുകൾ, പ്രത്യേകിച്ച് ഹൈറിച്ചിനകത്തെ ഏതാണ്ട് 400ഓളം പങ്കാളികൾ ഇവർക്ക് ലീഡേഴ്സ് എന്ന പേരിലുണ്ട്. ഈ ലീഡേഴ്സിൽ ഡോക്ടർമാരുണ്ട്, റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉന്നതരായ. ഏറ്റവും രസകരമായ കാര്യം, എന്നെ 2 പ്രധാനപ്പെട്ട കേരള ബാങ്കിലെ 2 പ്രധാനപ്പെട്ട വിരമിച്ച റീജിയണൽ ആളുകൾ എന്നെ വിളിച്ചു. ഇതിനകത്ത് പെട്ടുപോയതിനു ശേഷം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചത് കേരള ബാങ്കിലെ 2 റീജിയണൽ ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈറിച്ചിനകത്തെ 400ഓളം പങ്കാളികൾ, നിക്ഷേപകർ എന്ന് പറയുന്നത് ഹൈ പ്രൊഫൈലായ ആളുകളാണ്. അവർക്ക് സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം വളരെ ഗൗരവതരമായിട്ടുണ്ട്. കാരണം എന്താണ്? ഇവരുടെ കയ്യിലൊക്കെ 1, 2 തരത്തിലുള്ള ആധുനികമായ ഓഡി, ബെൻസ് തുടങ്ങിയ വാഹനങ്ങളാണ്. ഇവരുടെ ആഡംബര ജീവിതം ഇവർ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരായിട്ടാണ്.
രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെ പട്ടികയിൽ കുറവാണ്. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഉന്നതരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് GST റെയ്ഡ് നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ താമസിച്ച് ഇവരെ പോലീസ് പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് പറയുന്നത് ഇതൊന്നും ഞങ്ങളിൽ നിന്ന് മാറ്റി വേറൊരു ഏജൻസിയിലേക്ക് മാറ്റണം എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് വളരെ കാലങ്ങളായി ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ഈ കേരളത്തിലെ മണി ചെയിൻ കമ്പനികളുടെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറിയായി പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കളായി പ്രവർത്തിച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ്. അതാണ് ശ്രീ പ്രദീപ് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൊണ്ടുവരണം. രാഷ്ട്രീയ നേതൃത്വം എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളെ നേരിടുന്ന രീതി മാത്രം എന്നതിൽ മാറ്റി കേരളത്തിനകത്തെ മദ്യത്തെ പോലെ മയക്കുമരുന്നിനെ പോലെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ കാർന്നു നിന്നുന്ന ഈ മണി ചെയിൻ വ്യാപനത്തിനെതിരായി കേരളത്തിലെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി ഇറങ്ങിത്തിരിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും യുവജന നേതൃത്വം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ ട്രെൻഡ് എന്ന രീതിയിൽ മാറുമ്പോൾ കേരളത്തിൽ ഇന്ന് വളരെ ഗുരുതരമാണ്. ഇപ്പൊ ഇതിനകത്ത് എന്റെ കയ്യിലുള്ള ഡോക്യുമെന്റുകൾ അനുസരിച്ച് കേരളത്തിൽ 74 കമ്പനികൾ ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ നിൽക്കുകയാണ്. അതിനകത്ത് തൃശൂർ ജില്ലയിൽ മാത്രം 14 കമ്പനികളുണ്ട്. ഇതിന്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ 10,000 കോടി കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രയാണ്? അപ്പൊ അത് വളരെ ഗുരുതരമാണ്. സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി ഇടപെടേണ്ട ഒരു മേഖലയാണ്. ഞാൻ ന്യൂസ് 18 ചാനലിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം മറ്റ് വിഷയങ്ങളിൽ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയത്തിലേക്ക് ഈ ന്യൂസ് 18 ശ്രദ്ധ തിരിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ അതിന്റെ മെറിറ്റിൽ അതിനെടുക്കുകയാണ്. ശരി, ശ്രീ പ്രദീപ്, അഡ്വക്കേറ്റ് പ്രദീപ്, നമ്മൾ ഈ കേസും അതിൻ്റെ വ്യാപ്തികളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രധാനമായും പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് ഇരകളുടെ നീതി. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. തിരുവനന്തപുരത്ത് നിർമ്മൽ കൃഷ്ണ, തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിൽ നിർമ്മൽ കൃഷ്ണ ചിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. അവിടെ നിരവധി നിക്ഷേപകർക്ക് പണം നിക്ഷേപിക്കുന്നു. ഒടുവിൽ ഉടമകൾ മുങ്ങുന്നു. കേസും നിയമ നടപടികളുമായി ഇങ്ങനെ നടക്കുന്നു. ഇതിൽ കുറേ അധികം അവരുടെ സ്ഥാപനങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ സർക്കാർ ഏറ്റെടുത്തെങ്കിലും നിക്ഷേപകരിലേക്ക് പണം എത്തിയിട്ടില്ല എന്നൊരു വസ്തുത. പോപ്പുലർ ഫണ്ട് ഫിനാൻസ് തട്ടിപ്പ് കേസിലും സംഭവിച്ചത് ഇത്. ഒരുപക്ഷെ ഇനി ഈ ഹൈറിച്ച് കേസിലും സംഭവിക്കാൻ പോകുന്നതും മറ്റൊന്നും ആവില്ല. അതായത് ഇരകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ, അതായത് സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നു, നിയമ ഏജൻസികൾ ഇടപെട്ട് ഈ തട്ടിപ്പ് നടത്തിയവരുടെ ആസ്തികൾ പിടിച്ചെടുത്തിട്ടും അത് ഇടപാടുകാരിലേക്ക്, ഈ ഇരകളായവരിലേക്ക് പണം തിരികെ എത്തിക്കാൻ നമുക്ക് വളരെ വൈകുന്നു. ഈ വൈകിയെത്തുന്ന നീതി അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യമുണ്ട്. അല്ല, വൈകിയെത്തുന്നു എന്ന് പറയുന്നത് നിയമ സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തത തന്നെയാണ്. പക്ഷെ ഈ വൈകി കിട്ടുന്ന നീതി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വൈകി എത്തുന്ന നീതി എന്ന് പറയുന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് അവർക്ക് കയ്യിൽ നിന്ന് മുടക്കിയ സംഖ്യയുടെ 1% പോലും ഇവിടെ തിരിച്ചു കിട്ടുന്നില്ല. ചിലപ്പോൾ 10-20 വർഷങ്ങൾ നിരന്തരമായി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കിടയിൽ അവസാനം ലഭ്യമാവുന്ന തുക എന്ന് പറയുന്നത് അതുവരെ ഒരു അഭിഭാഷകന് കൊടുത്തിരിക്കുന്ന ഫീസിന്റെ തുക പോലും അവർക്ക് തിരികെ കിട്ടുന്നില്ല എന്നതാണ്. ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ച് ആൾക്കാരെ സംബന്ധിച്ച് തുച്ഛമായ തുക ലഭിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? വളരെ ശക്തമായ സംവിധാനങ്ങളാണ് ഇവിടെ ആവശ്യം. നേരത്തെ അനിൽ അക്കരെ പറഞ്ഞത് 72 അല്ല, ബഡ്സ് ആക്ടിൽ കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചത് 419 കമ്പനികളുടെ ലിസ്റ്റ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നമ്മുടെ സൊസൈറ്റിയിൽ കൊടുത്തേ മതിയാവുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചുള്ള നല്ല പഠനങ്ങൾ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വരുന്ന നീതി നിഷേധത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ജനങ്ങളിൽ നിന്ന് ഒട്ടനവധി വാഗ്ദാനം നൽകിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയും മെഴ്സിഡീസ് ബെൻസും അങ്ങനെയുള്ള വാഹനങ്ങൾ കൊടുത്ത് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അദ്ദേഹത്തെ സമ്മതിക്കില്ല. അതുകൊണ്ട് ആ ജീവിത നിലവാരം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പുതിയ ഇരകളെ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എല്ലാ തട്ടിപ്പുകളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. കാരണം പണം കൊടുത്തുകൊണ്ട് അവന്റെ ജീവിത സാഹചര്യത്തെ ഉയർത്തിക്കൊണ്ട് ആ ജീവിത സാഹചര്യം ഉയർത്തി നിലനിർത്താൻ വേണ്ടി അവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ഇരകളാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഒരിക്കലും ഈ ഇരകളോട് പറയുവാനുള്ളത് ഒരിക്കലും നീതി അതിന്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിക്ഷേപത്തിന്റെ ചെറിയൊരു അംശം പോലും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പണ്ട് തന്നെ ഇവർ ഈ പ്രശ്നം തീർക്കുമായിരുന്നു. ഇവരുടെ കയ്യിൽ ഒരു നയ പൈസയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് മുങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ, ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ഫണ്ട് എവിടെയെങ്കിലും മാറ്റിവെച്ചതിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ മുങ്ങാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും നീതി കൊടുക്കാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇരകളെ സംബന്ധിച്ചും ഇനിയും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ തുടക്കം മുതൽ ആട് മാഞ്ചികം തുടങ്ങി ഇത്രയും തട്ടിപ്പുകൾ കണ്ടിട്ട് പോലും നമ്മുടെ മലയാളികൾ പഠിക്കുന്നില്ല എങ്കിൽ അവർ ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നതിൽ ആർക്കും അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഇടപെടാൻ കഴിയുന്നത് നമ്മുടെ ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും മാത്രമാണ്. കൃത്യമായ നിയമ സംവിധാനം ഒരുക്കണം. കാരണം ഈ ഇത്തരത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ രജിസ്ട്രേഷൻ ഉണ്ട്, നടപടികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ പിന്നിൽ അവർ നടത്തുന്ന കച്ചവടത്തെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു സംവിധാനം ഇല്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ആരംഭിച്ചിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അവർ 2 വർഷത്തിനിടയിൽ ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 419 സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി, ശ്രീ അനിലക്കര, ഈ താങ്കൾ നേരത്തെ പരാമർശിച്ചു, ഇവരെ നിക്ഷേപകരായി കരുതാൻ വയ്യ, പങ്കാളികളായി കരുതണം. അതായത് ഇത്തരം ഈ ഹൈറിച്ച് കേസിലെ പരാമർശിക്കുമ്പോൾ തന്നെ പരാതിക്കാർ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കേസിൻ്റെ ഒരു വ്യാപ്തി ഇല്ലാതാക്കാൻ ഒരു ശ്രമം, അതായത് 3000 കോടി അനധികൃത നിക്ഷേപം, അതിൽ വിദേശ ബന്ധമുണ്ട്, അങ്ങനെ വലിയ വ്യാപ്തിയിലേക്ക് പോകുന്ന ഒരു അന്വേഷണത്തെ ലഘൂകരിച്ച് നിർത്താനാണോ പരാതിക്കാരെ ഇല്ലാതാക്കാനുള്ള ഇത്തരം ഈ ഹൈറിച്ച് ഉടമകളുടെ ശ്രമം? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതി അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ കേസ് ഇല്ലാതാകുമോ? അല്ല, ഈ കേസ് ഒരു ഘട്ടത്തിലും ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഇവർ നടത്തിയ 3 ഏർപ്പാടുകളാണ്. ആദ്യം ഇവർ ജെനുവനായി ഒരു 800 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പൊള്ളാച്ചിയിൽ ഒരു ഗോഡൗൺ എടുത്ത് അവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ ഗ്രോസറി, ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങി 800 രൂപ മെമ്പർഷിപ്പ് എടുത്ത ആളുകളുടെ കയ്യിൽ കിറ്റാക്കി കൊടുത്ത് കോവിഡ് കാലത്ത് വിതരണം ചെയ്ത് വലിയ വിശ്വാസം നേടുകയാണ് ആദ്യ റൗണ്ടിൽ ചെയ്തത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഗഡുവിൻ്റെ തുക വർദ്ധിപ്പിച്ച് 10,000 രൂപയാക്കി മാറ്റി. ആ 10,000 രൂപയാക്കി മാറ്റിയപ്പോൾ ഇവർ ഈ പറയുന്ന ഗ്രോസറി സാധനങ്ങളുടെ വിതരണം മാറ്റി ഇവർ സൂപ്പർ മാർക്കറ്റുകളെ ഫ്രാഞ്ചൈസി എന്ന രീതിയിലേക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ പിന്നീട് ഈ ഫ്രാഞ്ചൈസി സൂപ്പർ മാർക്കറ്റുകളൊന്നും പിന്നെ ഇതുമായി യാതൊരു ബന്ധവും യഥാർത്ഥത്തിലില്ല. പിന്നെ അത് പൂർണ്ണമായി മണി ചെയിനായി. അപ്പോൾ 1ാമത്തെ ലെയർ 2ാമത്തെ ലെയർ തുടങ്ങി ഇവർ തന്നെ പറഞ്ഞതനുസരിച്ച് 18 ലെയറിൽ എത്തി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു 10,000 രൂപ ഇവരുടെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പാർട്ട്ണർക്ക് ഒരു മാസം 450 രൂപയാണ് ഇവർ പാരിതോഷികമായി റെഫറൽ ഇൻകവും മറ്റു തരത്തിലുള്ള സംഖ്യയും ചേർത്ത് 450 രൂപയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ ഇവിടെ എടുത്താൽ, ഒരു ഐഡിയ ആണ് 10,000 രൂപ എന്ന് പറയുന്നത്, 100 ഐഡിയ എടുത്ത ഒരാൾക്ക് 45,000 രൂപ പ്രതിമാസം കിട്ടുകയാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇട്ട ആൾ, ഇത് 2019 തുടങ്ങുന്നത്, കൂടുതലായ ആളുകൾ വരുന്നത് 2022 2022 കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും 10 ലക്ഷം രൂപ ഇട്ടാൽ 9 അല്ലെങ്കിൽ 10 മാസം എത്തിയാൽ അയാൾക്ക് 4.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. 20 മാസം ആയാൽ അയാൾക്ക് 9 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അയാളുടെ കയ്യിൽ അയാൾക്ക് കിട്ടാനുള്ളത് 1 ലക്ഷം രൂപ മാത്രമാണ് ബാക്കി കിട്ടാനുള്ളത്. അങ്ങനെ ഓരോ ലെയറും കടന്ന് വരുമ്പോൾ അവസാനത്തെ ലെയറിൽ എത്തി നിൽക്കുന്ന ഈ 18ാമത്തെ ലെയറിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇവർ പറയുന്ന 1,80,000 ആളുകൾ, ഇവർ പറയുന്നത് 1,80,00,000, അത് നുണ പറയുന്നതാണ്. ഏതാണ്ട് 1,80,000 എന്ന് പറയുന്നത് അവർ അതിനെ പെരുപ്പിച്ച് കാട്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ 1 ലക്ഷത്തോളം ആളുകൾ അവസാന ലെയറിൽ എത്തി നിൽക്കുമ്പോൾ ഇട്ട ആളുകൾക്ക് ആ പണം തിരിച്ചു കിട്ടണമെങ്കിൽ ഇനി ഏതാണ്ട് 2 വർഷം കഴിയും. അപ്പൊ അവസാനത്തെ ഇതിനകത്ത് ഈ പറയുന്ന അവസാനത്തെ ലെയറിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പണം കിട്ടാനുള്ളത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഘട്ടമായി പണം കിട്ടിയ ആളുകളാണ്. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ അതിനകത്ത് വലിയ പരാതിയില്ല. പക്ഷെ പരാതി ഉയർന്നത്, ഇതിനകത്ത് കൃത്യമായി വന്ന പരാതി എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് സമീപിച്ച ആളുകൾ എന്ന് പറയുന്നത് HROTTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുകളുണ്ട്. അത് 3,000 എന്ന് പറയുന്നുണ്ട്, 30,000 എന്ന് പറയുന്നുണ്ട്, 3 ലക്ഷം എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് അതിനകത്ത് കൃത്യമായി ഇവർ നുണ പറയുന്ന ആളുകളായതുകൊണ്ട് കൃത്യമായ കണക്ക് നമുക്കറിയില്ല. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ കളക്ട് ചെയ്ത 3,000-ഓളം ആളുകളുടെ കയ്യിൽ നിന്നും 5 ലക്ഷം വീതം കളക്ട് ചെയ്ത 150 കോടി രൂപ,
ആ 150 കോടി രൂപ കറക്റ്റ് നിക്ഷേപമായിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റതൊക്കെ പങ്കാളികളാണ്, കാരണം മണി ചെയിനുമായി പങ്കാളിയായ ആളുകളാണ്. ഈ 150 കോടി രൂപ HROTTയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി ഇവർ നൽകിയ ക്യാപിറ്റൽ ബോണ്ടാണ്. ആ ക്യാപിറ്റൽ ബോണ്ട് സ്വീകരിക്കാൻ ഇവർക്ക് യാതൊരു അധികാരവുമില്ല, ഒരു നിയമവുമില്ല. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പിന്നെ UK പോയി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇവരുടേതായ HRCC കോയിൻ ഇവർ ഇറക്കുന്നത്. അത് ക്രിപ്റ്റോയിലുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി UK എന്ന് പറയുന്ന രാജ്യത്ത് വളരെ നിയമം വളരെ കൃത്യമായി അതവിടെ ആ കമ്പനി അവിടെ പൂട്ടുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ പറയുന്ന MD ആയ പ്രതാപനെ പഴയ ഗ്രീൻകോ തുടങ്ങിയ RMP, നാനോക്സൽ തുടങ്ങിയ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 12ഓളം കേസുകൾ പ്രതിയായി പിന്നെ ശിക്ഷിച്ച കേസുകളുണ്ട്, അതിൽ അപ്പീൽ നിൽക്കുന്ന കേസുകളുണ്ട്. സ്വാഭാവികമായും പാസ്പോർട്ടും ഇല്ലാത്ത ഒരാൾ, അയാളാണ് UK പോയി കമ്പനി തുടങ്ങിയത്, മറ്റാളുകളെ വിട്ട് തുടങ്ങിയതാണ്. അപ്പം അത് വളരെ കൃത്യമായ തട്ടിപ്പാണ്. അത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് മാത്രം. നമുക്കറിയാലോ കേരളത്തിലെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ തോമസ് ഐസക്കുമായി നിൽക്കുന്ന സമയത്താണ് ഒരു വിഷയമില്ലാതെ ഇവർ ഈ പറയുന്ന 5 ലക്ഷത്തിന്റെ ബോണ്ട് ഇറക്കി. അത് 150 കോടി എന്ന് പറയുന്നുണ്ട്, 1500 കോടി എന്ന് പറയുന്നുണ്ട്, 15000 കോടി എന്ന് പറയുന്നുണ്ട്. കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല. അത് വളരെ കൃത്യമായ ഒരു തട്ടിപ്പാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ ഇവരുടെ പാരലൽ ബാങ്കിങ് സംവിധാനം, അത് റിസർവ് ബാങ്ക് ഇന്ത്യ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പാരലായി സമാന്തരമായിട്ടുള്ള മറ്റൊരു സംവിധാനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇതിനകത്ത് പണ്ട് കാലത്ത് ഇപ്പൊ നേരത്തെ പ്രദീപ് വക്കീൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലീസ് ലിസ്റ്റ് ചെയ്ത കണക്കിനകത്തൊക്കെ പ്രൈസ് മണി ചിട്ടി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. പക്ഷെ കേരളത്തിൽ കോമ്പറ്റന്റ് അതോറിറ്റി 2021 നവംബർ മുതലാണ് ആരംഭിച്ച ബഡ്സ് ആക്ടിൽ കൃത്യമായി ജില്ലാ കളക്ടർമാർ കൃത്യമായ നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ, ഇത് സിവിലും ക്രിമിനലും കൂടി നിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇതിനത് തടയിടാൻ കഴിയും. ഒരു കാരണവശാലും പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ടയായി തീരുമാനിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ജാഗ്രത, ആ ജാഗ്രത തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക കുറ്റവാളികളെ നിരീക്ഷിക്കാൻ കേരളത്തിലെ പൊതുമനസാക്ഷിയും രാഷ്ട്രീയ പാർട്ടികളും യുവജന നേതൃത്വം തയ്യാറായി കഴിഞ്ഞാൽ അതിന് സാധ്യമാകും തന്നെയാണ് കരുതുന്നത്. ഞാനിത് കൃത്യമായി ഫോളോ ചെയ്യുകയാണ്. ഞാനൊരു പിന്നെ മണി ചെയിൻ വിരുദ്ധ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓരോരോ കേസുകളായി എടുത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് നിക്ഷേപകർ എന്ന് ഞാൻ ഒരു കാരണവശാലും ഞാനത് സൂചിപ്പിക്കില്ല. ഇവരൊക്കെ ഈ സാമ്പത്തിക ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ആളുകളാണ്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. യെസ്, എന്തായാലും അനിലക്കരയുടെ ദൗത്യം വിജയിക്കട്ടെ. ഒപ്പം തന്നെ സാമ്പത്തിക ഇത്തരം ക്രമക്കേടുകളിൽ തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടാൻ ഇരകൾക്ക് നീതി വേഗത്തിൽ ലഭ്യമാകാനുള്ള നിയമ സംവിധാനങ്ങളുടെ ഇടപെടലുകളും വേഗത്തിലാവട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും നമുക്ക് ഈ വാർത്തയെ വീണ്ടും വിശദമായി തന്നെ പരിശോധിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും. വാക്കുകൾക്ക്